കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ച സിമി റോസ്ബെൽ ജോണിനെ പുറത്താക്കി കോൺഗ്രസ് നേതൃത്വം. കെ.പി.സി.സി അധ്യക്ഷൻ കെ സുധാകരൻ്റേതാണ് നടപടി. സിമിയുടേത് ഗുരുതര അച്ചടക്ക ലംഘനമെന്നും കെ.പി.സി.സിയുടെ വിശദീകരണം. അതേസമയം പുറത്താക്കിയതിൻ്റെ കാരണം വിശദീകരിക്കണമെന്നാവശ്യപ്പെട്ട് സിമി റോസ്ബെൽ ജോൺ രംഗത്തെത്തി. കോൺഗ്രസിൽ അവസരങ്ങൾ കിട്ടാൻ ചൂഷണത്തിന് നിന്നു കൊടുക്കണമെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ അടങ്ങുന്ന പവർ ഗ്രൂപ്പാണ് കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നതെന്നുമായിരുന്നു സിമി റോസ്ബെൽ ജോണിന്റെ വെളിപ്പെടുത്തൽ. പവർ ഗ്രൂപ്പിന്റെ ഗുഡ് ബുക്കിൽ ഇടം പിടിക്കാത്ത വനിതാ പ്രവർത്തകരെ പരിഹസിച്ച് മാറ്റി നിർത്തുകയാണെന്നും സിമി ആരോപിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് സിമിക്കെതിരെ കോൺഗ്രസ് നടപടി സ്വീകരിച്ചത്. മുൻ എ.ഐ.സി.സി അംഗവും പി.എസ്.സി അംഗവുമായിരുന്ന സിമി റോസ്ബെൽ ജോണിനെ കെ.പി.സി.സി പ്രസിഡന്റ് കെ സുധാകരൻ എം.പി പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കി. അതേസമയം തന്നെ പുറത്താക്കിയതിന്റെ കാരണം വിശദീകരിക്കണമെന്നും തനിക്കെതിരെ തെളിവുണ്ടെങ്കിൽ പുറത്തുവിടണമെന്നും ആവശ്യപ്പെട്ട സിമി റോസ്ബെൽ ജോൺ രംഗത്തെത്തി. കുറേ കാലം കൂടി ഒരു അതിഥി എത്തിയെന്ന്. അപ്പോൾ കുറേ കാലം കൂടി ഈ പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഒരാളെ പുറത്താക്കി. അതിൻ്റെ കാരണം എന്താണെന്ന് വിശദീകരിക്കണം. CPM ആയിട്ട് ഗൂഢാലോചന നടത്തി. അതിനെന്തെങ്കിലും ഒരു തെളിവുണ്ടെങ്കിൽ അത് ദയവായി പുറത്തു വിടണം. ഞാൻ ചെയ്ത തെറ്റെന്താണ്? ഞാൻ ഇവിടെയുള്ള സ്ത്രീകളുടെ ശബ്ദമായി മാറി. അതാണോ ഞാൻ ചെയ്ത തെറ്റ്? ഞാൻ CPM ആയിട്ട് ഗൂഢാലോചന നടത്തിയെങ്കിൽ അത് തെളിയിക്കേണ്ട ബാധ്യത ഈ പാർട്ടിക്കുണ്ട്. രാഹുൽ ഗാന്ധിയെ വിമർശിച്ച CR മഹേഷിനെതിരെ നടപടി സ്വീകരിച്ചിട്ടില്ല. ആത്മാഭിമാനമുള്ള സ്ത്രീകൾക്ക് കോൺഗ്രസിൽ പ്രവർത്തിക്കാനാവില്ലെന്നും സ്ത്രീകളെ കോൺഗ്രസിൽ സംസാരിക്കാൻ അനുവദിക്കില്ലെന്നും സിമി തുറന്നടിച്ചു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ വന്ന വഴി മറക്കരുതെന്നും സിമി ഓർമ്മിപ്പിച്ചു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.